അർജുൻ ഇപ്പോഴും കാണാമറയത്താണ്. 9ാം നാളും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ലോങ് ബൂം എക്സ്കവേറ്ററിലേക്കാണ്. ഏത് ആഴത്തിലും ഊഴ്ന്നിറങ്ങി പര്യവേക്ഷണത്തിന് കെൽപ്പുള്ള ബൂം ഡിസ്കവേറ്ററി. ലോങ് ബൂം എക്സ്കവേറ്റർ ഷിരൂരിൽ എത്തിക്കഴിഞ്ഞു. എന്താണ് ലോങ് ബൂം എക്സ്കവേറ്റർ? ഉപയോഗങ്ങൾ പലതാണ്. അതായത് ശരിക്കും മൾട്ടി ടാസ്കിംഗ് മെഷീനുകളാണ് എക്സ്കവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സാധാരണയായി വലിയ അളവിലുള്ള പാറയും മണ്ണും പോലുള്ള വസ്തുക്കൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ലോങ് ബൂം എക്സ്കവേറ്ററുകൾ എന്ന് പറയുന്നത്. വ്യാവസായിക മെഷീനുകളാണ് എക്സ്കവേറ്റേഴ്സ്. കൂടുതലായും ഉപയോഗിക്കുന്നത് അത്യാഴത്തിലുള്ള ഖനനത്തിനാണ്. കൂറ്റൻ നിർമ്മിതികൾക്ക് അടിസ്ഥാനമൊരുക്കാനും ബൂം എക്സ്കവേറ്റേഴ്സിന്റെ സഹായം ആവശ്യമായി വരാറുണ്ട്. അതായത് ബേസ്മെന്റ് കുഴിക്കുന്നത് മുതൽ ഖനനം വരെ എല്ലാം എക്സ്കവേറ്റേഴ്സിനെ കൊണ്ട് സാധിക്കും. സാധാരണ കാണുന്ന എക്സ്കവേറ്റേഴ്സിന്റെ ഒരു കൂറ്റൻ രൂപമാണ് ലോങ് ബൂം എക്സ്കവേറ്റേഴ്സ്. 5000 കിലോയിലധികം ഭാരം വരും. കെട്ടി ഉയർത്താൻ മാത്രമല്ല, വലിയ നിർമ്മാണങ്ങൾ പൊളിക്കാനും ലോങ് ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പലതരം രൂപകൽപ്പനയിൽ ഇവ ലഭ്യമാണ്. ആർമിന്റെ നീളം, RPM അഥവാ റൊട്ടേഷൻസ് പെർ മിനിറ്റ്, ഇതെല്ലാമാണ് പ്രധാന മാറ്റങ്ങൾ. സ്ലോപ്സ് അതായത് ചെരിവുകൾ രൂപപ്പെടുത്താനും ലോങ് ഡിസ്റ്റൻസ് ഡിഗിങ്ങിനും അതായത് വലിയ നിർമ്മിതികൾക്ക് ആഴത്തിലുള്ള അടിസ്ഥാനം ഒരുക്കാനും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ നിർമ്മിക്കാനും മറ്റും ഇവ അനുയോജ്യമാണ്. ഈ സവിശേഷത തന്നെയാണ് ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തിന് ബൂം എത്തിച്ചത്. നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് 20 അടി ദൂരത്തിൽ അല്ലെങ്കിൽ 70 അടി താഴ്ചയിൽ വസ്തുക്കൾ നീക്കം ചെയ്യാൻ കെൽപ്പുള്ള ഈ കൂറ്റൻ എക്സ്കവേറ്റേഴ്സിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് ഫ്ലോ റേറ്റ്, സ്വിംഗ് സ്പീഡ്, ആം ഡയമെൻഷനിലും മാറ്റങ്ങൾ വരാം. രൂപകൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള മാറ്റം വിലയിലും പ്രതിഫലിക്കും. ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ.